ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ കിച്ചണിൽ നിന്ന് റെഡിയാക്കി ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് മുട്ടക്കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറി കുക്കറിലാണ് നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ കുറച്ച് കൂടുതൽ സവോളയും ഒക്കെ ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒരു സെമി ഗ്രേവിയിൽ, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ റെഡിയാക്കിയെടുത്ത മുട്ടക്കറി, പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് അപ്പം, വെള്ളയപ്പം, പിന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു സവോളയൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സവോളയൊക്കെ എടുത്തു. സവോളയൊക്കെ നല്ല വെന്ത് അലിഞ്ഞിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ആണെങ്കിലും കറിവേപ്പില ആണെങ്കിലും തക്കാളി ആണെങ്കിലും സവോളയാണെങ്കിലും എല്ലാം നല്ല വെന്ത് അലിഞ്ഞിട്ടുണ്ട്. കാരണം കുക്കറിൽ നമ്മൾ 2-3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള മുട്ടക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് തേങ്ങാപ്പാലും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള മുട്ടക്കറിയും ചേർത്തിട്ട് നല്ല ചൂട് ചായയൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പം കഴിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ നേരത്തെ വിശേഷങ്ങൾ കാണാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫ്രൂട്ടായിട്ട് കുറച്ച് സ്വീറ്റ് മെലണും അതുപോലെ തന്നെ നമ്മുടെ പച്ച ഇതുണ്ടല്ലോ പേരയ്ക്ക, കുറച്ച് പേരയ്ക്കയും കൂടി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് നമ്മൾ ഫ്രൂട്ടായിട്ട് കഴിച്ചത്. സ്വീറ്റ് മെലൺ നല്ല മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് മെലൺ. ഓക്കെ, അതിനുശേഷം ഞാൻ കിച്ചണിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചൺ വിശേഷങ്ങൾ, കുക്കിംഗ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ഡയറക്റ്റ് നമുക്ക് ടേബിളിലേക്ക് വന്നു. ചീരത്തോരൻ, വളരെ ഹെൽത്തി ആയിട്ടുള്ള തോരൻ, ചീരത്തോരൻ. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പാവയ്ക്ക തീയൽ, നല്ല തേങ്ങ ഒക്കെ വറുത്തരച്ച് കൊച്ചുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള, സവോള ഒട്ടുമേ ചേർത്തിട്ടില്ല, കൊച്ചുള്ളിയൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൽ. പിന്നെ ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യലായിട്ട് എടുത്തിരിക്കുന്നത് ചിക്കൻ ചെറിയ 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 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ചിക്കൻ ഫ്രൈ. പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് നല്ല ചൂട് ചോറ്. നമ്മൾ ചോറിൻ്റെ അളവ് വളരെ കുറച്ച് ചോറിൻ്റെ അളവ് വെക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രഷായിട്ട് ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തലേദിവസം വെച്ച് വെക്കുന്ന ചോറിന് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു കപ്പ് റൈസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ചോറ് വിളമ്പി, നല്ല ചൂട് ചോറ് വിളമ്പി, അതിലേക്ക് 2-3 പീസ് ചിക്കൻ ഫ്രൈ വെക്കുന്നുണ്ട്. പിന്നെ ചീരത്തോരൻ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഫ്രഷായിട്ട് വാങ്ങിച്ചു, ഫ്രഷായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ഫ്രഷ്നെസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ ഫ്രഷോട് കൂടിയിട്ട് ചീരത്തോരൻ. പിന്നെ പാവയ്ക്ക തീയൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എനിക്ക് പാവയ്ക്ക എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ പാവയ്ക്ക ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നതും അതുപോലെ തന്നെ പാവയ്ക്ക തോരനായിട്ടും പാവയ്ക്ക ഇതുപോലെ തീയൽ വെക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പാവയ്ക്ക തീയലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ബീൻസും കൂടെ ഉണ്ടായിരുന്നു, ബീൻസ് തോരൻ, അതും കൂടി നമ്മളെടുത്തു. അപ്പോൾ ഇത് കഴിക്കാനുള്ള ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്കൊക്കെ റെഡിയാക്കി. അപ്പോൾ എടുത്തല്ലോ, നല്ല ചൂട് ചോറും ചീരത്തോരനും ബീൻസ് തോരനും പാവയ്ക്ക തീയലും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും. അപ്പോൾ ഈ ഒരു തേങ്ങ വറുത്തരച്ച് ഉള്ളി കൂടുതൽ ഇട്ടിട്ടുള്ള ഈ ഒരു പാവയ്ക്ക തീയലെന്ന് പറയുന്നത് ഒരു രക്ഷയിലാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു എന്താ പറയുക, ആ പാവയ്ക്കയുടെ ആ ഒരു ബിറ്റർ ടേസ്റ്റൊന്നും നമുക്ക് എടുത്തറിയുന്നില്ലായിരുന്നു. പിന്നെ ഒരു മൈൽഡ് ബിറ്റർ ടേസ്റ്റ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാവയ്ക്ക ഒരുപാട് കയ്പ്പ് രസം മാറ്റുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ട് കുറച്ച് കയ്പോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ ഹെൽത്തി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ്സ് ഫില്ല് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ കൊണ്ടുവന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് 1-2 ഡേറ്റ്സ് കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ വീറ്റ് ബ്രെഡാണ് എടുത്തിരുന്നത്. വീറ്റ് ബ്രെഡിൽ പീനട്ട് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ചായക്ക് നമ്മളെന്തെങ്കിലും ഒന്ന് സ്നാക്കായിട്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ അതും എൻ്റെ കയ്യിൽ ഒരു എഗ് പപ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ചായക്ക് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാട്ട് ഐ ഈറ്റിനിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്യാപ്പിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്
അങ്ങനെ പോകുന്നതാണ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഗ്യാപ്പിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പായി. അപ്പം നമുക്ക് വൈകുന്നേരം ഒരു 6:30, 7 ആയപ്പോഴത്തേക്കാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പായി. അതുകൊണ്ട് തന്നെ കുറച്ച് വീറ്റ് ബ്രെഡും അതിലേക്ക് പീനട്ട് ബട്ടറും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെന്താ എഗ് പപ്സും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഒരു കപ്പ് ചൂട് ചായയിലേക്ക് ആക്കിയിട്ട് നല്ല പതപ്പിച്ച ഒരു കപ്പ് ചൂട് ചായയും കൂടെ കുടിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ പരിപാടികൾ നോക്കാം. ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിരുന്നത് മണിപ്പുട്ടാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ മണിപ്പുട്ട് നോർമൽ പുട്ടൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ചൂടായിട്ടുള്ള പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡിന്നറിന് രാത്രിയൊക്കെ കഴിക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ രാവിലത്തെ മുട്ടക്കറിയും കൂടെ ചേർന്നിട്ട് നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഹോംലി ടേസ്റ്റി ഡിഷസ് ആണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ച്, ഈവനിങ് വിശേഷങ്ങൾ, ഡിന്നർ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ അടുത്ത ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. മണിപ്പുട്ടെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരു രക്ഷയുമില്ല. ഒരു ഇടിയപ്പം പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഒരു ടൈപ്പ് പുട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും കൂട്ടി നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.